ദീർഘദൂര യാത്രയ്ക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിച്ച് റെയിൽവേ 215 കിലോമീറ്ററുകൾക്ക് മുകളിലുള്ള യാത്രകളുടെ നിരക്കാണ് കൂട്ടിയത്. വർധന ഈ മാസം 26 മുതൽ പ്രാബല്യത്തിൽ വരും. ബജറ്റിന് ആഴ്ചകൾക്ക് മുൻപ് നിരക്ക് വർദ്ധിപ്പിച്ചത് അസംബന്ധമെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര വിമർശിച്ചു. പ്രതിവർഷ വരുമാനം 600 കോടി രൂപയാക്കി ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് ടിക്കറ്റ് വർധന നടപ്പിലാക്കുന്നുവെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ വിശദീകരണം. പുതുക്കിയ നിരക്കുകൾ പ്രകാരം നോൺ AC കോച്ചുകളിൽ 500 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന യാത്രക്കാർ 10 രൂപ അധികമായി നൽകേണ്ടി വരും. 215 കിലോമീറ്ററിന് മുകളിലുള്ള യാത്രയ്ക്കാണ് വർധന. ഓർഡിനറി ക്ലാസുകളിലെ യാത്രാ നിരക്ക് 1 പൈസയായി വർദ്ധിപ്പിച്ചു. AC ക്ലാസുകളിലെ ടിക്കറ്റ് വർധന 2 പൈസ. 215 കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്ക് നിരക്ക് വർധനവുണ്ടാകില്ല. ഈ മാസം 26 മുതൽ റെയിൽവേ നിരക്ക് വർധന പ്രാബല്യത്തിൽ വരും. ലോക്കൽ ട്രെയിൻ യാത്രയ്ക്കുള്ള നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിലും ദീർഘദൂര യാത്രകൾക്കായിരിക്കും കൂടുതൽ ചിലവ് വരിക. വർഷങ്ങളായി ഇൻപുട്ട് ചിലവ് വർദ്ധിപ്പിച്ചിട്ടും 2018 മുതൽ ചരക്ക് നിരക്കുകൾ പരിഷ്കരിച്ചിട്ടില്ലെന്ന് റെയിൽവേ മന്ത്രാലയം ഔദ്യോഗികമായി വ്യക്തമാക്കിയിരുന്നു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.